അപ്പോൾ നമ്മുടെ ഇറ്റലിയിലെ കാഴ്ചകൾ തുടരുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് ഒരു ഫോറം, ഇവിടുത്തെ ഒരു ഫോറം എന്ന് പറയും. ഫോറം മീൻസ് ഒരു പ്ലാറ്റ്ഫോം എന്നൊക്കെ ഉള്ളതാണ്. അതായത് BC 700-കളിൽ ക്രിസ്തുവിൻ്റെയും, അതായത് നിലവിലെ ക്രിസ്തു വർഷത്തിൻ്റെയും 700 വർഷങ്ങൾക്ക് മുമ്പ് റോമിലെ ഒരു നഗരം, അവരുടെ ഒരു നാഗരികത, അത് ഇരുന്നിരുന്നൊരു സ്ഥലമാണ് ഇത്. കണ്ടാൽ തന്നെ അറിയാം, വളരെ ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് അങ്ങ് തീരാറായിട്ടുണ്ട്. അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് ശിലകളും കല്ലുകളും അങ്ങനെയുള്ള സംഭവങ്ങളും ഒക്കെ മാത്രമേ ഇപ്പോൾ ഇവിടെ ബാക്കിയുള്ളൂ. ഇവിടെയുള്ള ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ നിർമ്മിതികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കരിങ്കല്ലുകളാണ് കൂടുതലും. ഒറ്റ കരിങ്കല്ലുകൾ. ഇപ്പം നേരത്തെ നമ്മൾ കണ്ട ഈ സ്റ്റേഡിയം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ തന്നെ കരിങ്കല്ലുകൾ, വലിയ കരിങ്കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതേപോലെ ഇവിടുത്തെ നിർമ്മിതികളൊക്കെ തന്നെ കൂടുതലും കരിങ്കല്ലുകളാണ്. ഇവിടെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലുള്ള ലൈബ്രറികൾ, അവരുടെ വ്യാപാര സ്ഥലങ്ങൾ, അവർ കൂടിയിരിക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നിലനിന്നിരുന്ന ഒരു പ്രദേശമാണ് ആ കാലഘട്ടം. അതായത് BC 700-കളിൽ പിന്നെ ഏറ്റവും വലിയ, ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഒരു നഗരമായി നിലകൊണ്ടിരുന്ന ഒരു സ്ഥലമാണത്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒരു നഗരമായി നിലകൊണ്ടിരുന്ന ഒരു സ്ഥലമാണിത് എന്നുള്ളതാണ്. ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. കാരണം BC 700 എന്ന് പറഞ്ഞാൽ നിലവിലിപ്പുള്ളതിനേക്കാളും 2724 അല്ലെ 2725 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു നഗരം. ആ നഗരത്തിൽ ആളുകൾ ജീവിച്ചിരുന്നത്, അവരുടെ ശേഷിപ്പുകൾ, അവിടെയുള്ള ഒരുപാട് പലതരത്തിലുള്ള കാഴ്ചകൾ, അവരുപയോഗിച്ചിരുന്ന മുറികൾ, അവരുപയോഗിച്ചിരുന്ന എന്താ പറയുക പ്രാർത്ഥനാലയങ്ങൾ, അവരുടെ മാർക്കറ്റ്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ ഇവിടെയുണ്ട്. പല നാടുകൾക്കും പല കഥകളും പറയാനുണ്ടാവും. പക്ഷേ റോമിൻ്റെ കഥ ഈ സാമ്രാജ്യത്വത്തിൻ്റെ കഥയാണ്. റോമിൻ്റെ കഥ ചക്രവർത്തിമാരുടെയും പൗരാണിക കാലഘട്ടത്തിലെ സംസ്കൃതികളുടെയും കഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും റോമിൻ്റെ കഥകൾ തന്നെയാണ് ലോകത്തെ ആ കാലഘട്ടത്തിൽ നയിച്ചതും ലോകത്തിൻ്റെ ഗതി മാറ്റിയതും എന്നുള്ളത് ചരിത്രം പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ റോമിൻ്റെ 2700 വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ പൗരാണിക നഗരത്തിൽ നിന്നും പ്രശസ്ത ബ്ലോഗർ മുഹമ്മദ് അലി. ഓക്കെ ഗൈസ്, താങ്ക് യു.